പോലീസ് അങ്ങനെ പറഞ്ഞാൽ പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ് നമ്മൾ അറിയുന്നത്. അത് അങ്ങനെ ആയിരിക്കരുതേ എന്നെന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു. കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു. ഇറക്കം വാക്ക് വരുന്നൊരു വാഹനം, പാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു. കുട്ടി റോഡിൽ വീഴുന്നു. ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു. നമസ്കാരം. ബാലരാമപുരത്ത് നമ്മുടെ ഗോപൻ സ്വാമിക്ക് ശേഷം ഞെട്ടിക്കുന്ന മറ്റൊരു വാർത്ത കൂടി. വലിയ വ്യത്യാസമൊന്നുമില്ല ഈ രണ്ട് വീടുകൾ തമ്മിൽ. അതുപോലെ തന്നെ എന്റെ വീടും വലിയ വ്യത്യാസം. തൊട്ടടുത്ത പ്രദേശമാണ്. ഇവിടെ ഒരു 10-15 മിനിറ്റേ ഉള്ളൂ ആ പ്രദേശത്തേക്ക് പോവാൻ. ഓക്കെ, ഇവിടെ ഞെട്ടിക്കുന്ന വാർത്ത മറ്റൊന്നല്ല. വെറും 2.5 വയസ്സ് മാത്രം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിനെ സ്വന്തം അമ്മയുടെ സഹോദരൻ എന്ത് ചെയ്തു? കിണറ്റിലെറിച്ച് കൊന്നു. ഇന്ന് രാവിലെയാണ് ഈ ഒരു വാർത്ത വരുന്നത്. അതുമായിട്ട് കുഞ്ഞിനെ കാണാനില്ല എന്ന് പറയുന്ന വാർത്ത വരുന്നുണ്ട്. അതിനുശേഷം പോലീസ് വന്ന് അന്വേഷിച്ചതിന് ശേഷം ഇവരെ കസ്റ്റഡിയിലെടുത്ത് ലാസ്റ്റ് എന്ത് ചെയ്യുന്നു? നമ്മുടെ അമ്മാവൻ കൺഫസ് ചെയ്യുന്നു, കുറ്റസമ്മതം നടത്തുന്നു. ഞാനാണ് കൊന്നത്. എന്തിന് കൊന്നു എന്ന് ചോദിക്കുമ്പോൾ ഈ അമ്മാവൻ പറഞ്ഞു, ഞാൻ കൊന്നു എന്ന് ഞാൻ പറഞ്ഞു, ബാക്കിയുള്ളത് നീയൊക്കെ പോയി തെളിയിക്കൂ എന്നുള്ളതാണ് പറയുന്നത്. അപ്പോ നമ്മൾ അവിടെ പരിസരമൊക്കെ നമുക്ക് സുഹൃത്തുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഒക്കെ അന്വേഷിച്ചു, കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. കുറെ കാര്യങ്ങളൊന്നും പറയാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഈ പറഞ്ഞതുപോലെ പുറത്ത് പറയാൻ പറ്റാത്ത അതിനൊരു ക്ലാരിഫിക്കേഷൻ വന്നാലേ നമുക്കത് പറയാൻ പറ്റത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ പേരിൽ അത് കേസ്, അതുകൊണ്ടാണ് പറയാത്തത് എന്നുള്ളതാണ്. പല വാർത്തകളിലൂടെ നിങ്ങൾ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവാം എന്തായിരിക്കാം ആ ഒരു പ്രശ്നം എന്നുള്ളത്. ഇനി എന്താണ് ഇവര് കൊല്ലാനുള്ള കാരണം എന്നുള്ളത് കൂടി നമുക്ക് ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പോ ഈ പറയുന്ന ഈ അമ്മയുടെ പേര് ശ്രീതു ആണ് അമ്മയുടെ പേര്. ഭർത്താവിന്റെ പേര് ശ്രീജിത്ത്. കുട്ടിയുടെ പേര് ദേവനന്ദ എന്ന് പറയുന്ന കൊച്ചിന്റെ പേര്. അവൾക്കൊരു ചേച്ചിയും കൂടിയുണ്ട്. ഈ അമ്മാവന്റെ പേര്, ഇവളെ കൊന്ന അമ്മാവന്റെ പേര് ഹരികുമാർ എന്നാണ് അമ്മാവന്റെ പേര്. അപ്പോ ഈ ഭർത്താവുമായിട്ട് ഇവള് പിണങ്ങിയാണ് കഴിഞ്ഞിരുന്നത്. മനസ്സിലായോ? ഭർത്താവുമായിട്ട് പിണങ്ങി കഴിയുന്നു എന്നുള്ളതാണ്. അപ്പം ഇതിൽ എനിക്കൊരു ആദ്യത്തെ സംശയം, ഇന്ന് അവിടെ ഒരു 16 അടിയന്തരം നടക്കുന്ന ഒരു സ്ഥലമാണ്. അതായത് ഇവിടെ അച്ഛൻ മരിച്ചിട്ട് ഈ പറയുന്ന ശ്രീതു എന്ന് പറയുന്ന ആ തള്ളയുടെ, ആ എരുമയുടെ അച്ഛൻ മരിച്ചിട്ട് അതിന്റെ 16-ാം ദിവസമാണ്. അതായത് 16ന്റെ ചടങ്ങാണ് നടക്കുന്നത്. അവിടെ അന്നത്തെ ദിവസമാണ് ഈ കൊലപാതകം നടക്കുന്നത്. ഈ കുട്ടിയെ കൊന്നിട്ട് പിന്നെ അതിനകത്ത് കൊണ്ടുപോയി ഇട്ടതാണോ എന്നുള്ള ഡൗട്ട് ഉണ്ട്. കാരണം ജീവനോടെ കൊണ്ടിട്ടതോ എന്നുള്ളതൊന്നും അറിയത്തില്ല. അത് ഇനി വരണം. അതുമല്ല, ഈ പറയുന്ന ഹരികുമാർ എന്ന് പറയുന്ന അമ്മാവൻ സ്വന്തം സഹോദരിയെ രക്ഷിച്ചതാണോ എന്നുള്ളത്. അതുമല്ല, എന്തിന് ഈ അമ്മാവൻ പാതിരാത്രി സഹോദരിയോട് ചാറ്റ് ചെയ്തിട്ട് റൂമിൽ വാ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞത്. ഈ പറയുന്ന വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട് പല ദുരൂഹതകൾ ഇങ്ങനെ പാടി നടക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അപ്പോ ആദ്യത്തെ സംശയം എന്താണ്? ഇവളുടെ അച്ഛൻ മരിച്ച ചടങ്ങിൽ മറ്റാരും ആ വീട്ടിൽ വന്നില്ലേ എന്നുള്ളത്. അപ്പൊ ഇന്ന് രാവിലെ 16 ആണെങ്കിൽ അതിനകത്തുള്ള അതിന്റെ കർമ്മങ്ങളും അല്ലെങ്കിൽ അവർക്ക് ഇത്തിരി കാപ്പിയും കാര്യങ്ങളും കൂടെ അങ്ങനെ ഇതുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും അതിനൊരു മുന്നൊരുക്കം തലേ ദിവസമേ നമ്മൾ നടത്തും പൊതുവെ. അപ്പൊ ഇവിടെ അങ്ങനെ ഒരു മുന്നൊരുക്കമോ അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതും. അതുമല്ല, അതിനകത്ത് ഈ പറയുന്ന വീട്ടിനകത്ത് ഇവര് പല രീതിയിലുള്ള ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. അതിനകത്ത് കുറെ ഡ്രസ്സുകൾ വാരി കത്തിച്ചിട്ടിരിക്കുന്നു. കൂട്ട ആത്മഹത്യയാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് 3 കയറ് എന്ത് ചെയ്തു ആ സൈഡിലായിട്ട് കെട്ടിയിട്ടിട്ടുണ്ട്. അവിടെ 2 അടിയിൽ 2 കസാര ഇട്ടിട്ടുണ്ട്. അപ്പം പലതരത്തിലുള്ള ഗൂഢാലോചനകൾ നടത്തിയിട്ടുണ്ട്. ഇതിന്റെ ഗൂഢാലോചനയുടെ ഫലമായിട്ട് 2 ദിവസം മുമ്പ് എവിടെ കയ്യിൽ നിന്ന് 30 ലക്ഷം രൂപ ആരോ മോട്ടിച്ചുകൊണ്ട് പോയി അല്ലെങ്കിൽ മോഷണപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ ഒരു കംപ്ലൈന്റും കൊടുത്തിട്ടുണ്ട്. ഇവൾക്ക് ലോകമൊട്ടം കടമാണെന്നാ പറഞ്ഞത്. കടം നമുക്കുണ്ടാവാം, സ്വഭാവം എന്തെങ്കിലും വിഷയങ്ങൾ വന്ന് കടക്കാരായി പോവാം. ഞാനും കുറെ അനുഭവിച്ച വ്യക്തിയാണ്. അപ്പൊ അവിടെയല്ല, ആ കടമായത് കൊണ്ടാണോ ഈ കൊച്ചിനെ കൊന്നത് എന്നുള്ളത് ബലപ്പെടുത്തുന്ന ഒരു വീഡിയോ ആണ്. ആ മെമ്പർ എന്താണ് പറയുന്നത് എന്നുള്ളത് നമുക്ക് കേൾക്കാം. കേൾക്കോ? ഈ കുടുംബമായി എനിക്ക് നേരിട്ട് നന്നായിട്ട് അറിയാം. കാരണം ഇവരുടെ ജന്മസ്ഥലം എൻ്റെ വീട്ടിൻ്റെ, ഞാൻ താമസിക്കുന്നത് കുറച്ച് പുറകിലാണ്. ഇവിടെ ഇപ്പോൾ വാടകയ്ക്ക് വന്നതാണ്. ഒരു 3 വർഷക്കാലമേ ആവുന്നുള്ളൂ. ഇവർ മാന്യമായി കഴിയുന്നൊരു കുടുംബം. പക്ഷേ സമീപകാലത്തായിട്ടാണ് ഇവർ ഒരുപാട് ബാധ്യതകളുള്ളതായി എനിക്കറിയാൻ കഴിഞ്ഞത്. നല്ല ബാധ്യത. ഏതാണ്ട് ഈ അച്ഛൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ബന്ധുക്കൾ കൂടുമ്പോഴേക്ക് 58-60 ലക്ഷം രൂപയോളം കടബാധ്യത ഉണ്ട് എന്നാണ് എനിക്ക് ബന്ധുവിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ആ ബാധ്യതയാണ് ഇതിനെല്ലാത്തിനും ഇപ്പൊ കാരണം. ഇതിന്റെ പേരിൽ കുറെ പൊറോട്ട നാടകങ്ങൾ ശ്രീതു എന്നത്, ഈ കുട്ടി മരിച്ചുപോയ കുട്ടിയുടെ അമ്മ കുറെ കളിക്കുന്നുണ്ട്. അതാണ് ഇതിനെല്ലാം പ്രധാനപ്പെട്ട കാരണം. അങ്ങനെ അതായത് 10-50-60 ലക്ഷം രൂപയുടെ എന്താണ് ഈ പറയുന്ന കടബാധ്യത ഉണ്ടെന്നാണ് ഇവർ പറഞ്ഞു വന്നത്. ചില്ലറ കടമൊന്നുമല്ല, 50-60 ലക്ഷം രൂപ. ഇവർക്ക് എങ്ങനെ അവരാരിങ്ങനെ ഇത്രയും ലക്ഷം രൂപ കൊടുത്തു എന്ന് എനിക്കറിയത്തില്ല. അതുമല്ല, ഇതിനകത്ത് പല സാമ്പത്തിക തട്ടിപ്പുകൾ പറയുന്നുണ്ട്.
അതായത് ഇവള് ഈ പൈസ ഇരട്ടിക്കുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട് പലർക്കും വാങ്ങിച്ചു, അത് ഒരു വെളിയിൽ മിണ്ടില്ല എന്ന് ഇവരുടെ തന്നെ ബന്ധു പറഞ്ഞ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇതിന്റെ ബാക്കി കൂടി കേൾക്കാം. ബാക്കി കേൾക്കുമ്പോഴാണ് ഈ കൊലപാതകം എന്തിനാണ് നടന്നത് എന്നുള്ളതിന്റെ ഒരു ഏകദേശ രൂപം നമുക്ക് കിട്ടുന്നത്. കേൾക്കാം. അങ്ങനെയാണ് കളിക്കുന്നത്. അങ്ങനെ കളിക്കുന്നു എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒന്നുകിൽ സാമ്പത്തികമായി വരുന്നവരുടെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടിയാകാം എന്തായിരിക്കും. പക്ഷെ അതിനകത്ത് ഒരു റെമഡി നമുക്ക് പറയാൻ പറ്റുന്നില്ല. പൈസ വരുന്നവരെ തൽക്കാലം തിരിച്ചുവിടാം. കാരണം എന്ന് വെച്ചാൽ സമീപകാലത്തുണ്ടായ ഒരു ചെറിയ സമയം അച്ഛൻ മരിക്കുന്നതിന് മുമ്പേ, ഒരാഴ്ച മുമ്പ് അച്ഛൻ ഈ വീട്ടിൻ്റെ വാതിൽക്കലിരിക്കുമ്പോൾ പൈസ കൊടുക്കേണ്ട ആളുകൾ ഇവിടെ വന്നിറങ്ങിയപ്പോഴേക്കും കണ്ടുകൊണ്ട് വന്ന ശ്രീത് ഓടിച്ചെന്ന് അച്ഛനെ പിടിച്ച് കട്ടിലിൽ കിടത്തി തുണി കൊണ്ട് മൂടി അച്ഛൻ സീരിയസ് ആണ് എന്ന് പറഞ്ഞ് അവരോട് ആ ദൗത്യത്തിൽ നിന്ന് പിന്തിരിച്ചു വിട്ട ഒരു ചെറിയൊരു ഉദാഹരണമാണ് ഇത്. അയൽവാസികളിൽ നമ്മൾ അറിയുന്നതാണ്. ഇങ്ങനെ ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ ഇത്തരം വിഷയങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ തന്നെ കുട്ടി ഈ മുത്തശ്ശി ചോറ് കൊടുത്തുകൊണ്ട് നിൽക്കുന്നു, കുട്ടി ഈ ഗേറ്റ് തുറന്നു കിടന്നുകൊണ്ട് ഓടി റോഡിലേക്ക് വരുന്നു, ഇറക്കം വാക്ക് വരുന്നൊരു വാഹനം, പാഞ്ഞു വരുന്ന വാഹനം കുട്ടിയെ ഇടിച്ച് തെറിപ്പിക്കുന്നു, കുട്ടി റോഡിൽ വീഴുന്നു. ഇത് കണ്ട് കുട്ടിയുടെ മുത്തശ്ശി കിണറ്റിൽ പോയി ചാടുന്നു. അങ്ങനെ മെഡിക്കൽ കോളേജിൽ രണ്ടുപേരും അത്യാഹിതത്തിലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വേറൊരു കടക്കാരനോട് പോയി ചെന്ന് 2 ലക്ഷം രൂപ എന്തോ വാങ്ങുന്നത്. പക്ഷെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. അതായത് ഏത് കുട്ടി ഇപ്പോ ഈ മരിച്ച കുട്ടിയെ മനസ്സിലായി. എന്ത് മനസ്സിലായി? അതായത് സ്വന്തം മകള്, ഈ 2 വയസ്സായുള്ള മകള് പുറത്തിറങ്ങി ഇറങ്ങി ബസ് ഇടിച്ചു, വന്ന വാഹനം ഇടിച്ചു, മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന്റെ വേദനയിൽ സ്വന്തം അമ്മ പോയി കിണറ്റി ചാടി എന്ന് പറഞ്ഞ് 2 ലക്ഷം രൂപ ഇവള് വാങ്ങിച്ചിരിക്കുന്നു. വളരെ നന്നായിട്ട്. അതായത് സ്വന്തം കുട്ടിയോട് അത്രയേ ഉള്ളൂ സ്നേഹം. ആ കൊച്ച് മരിച്ചു എന്ന് പറഞ്ഞു വരെ ക്യാഷ് വാങ്ങിച്ചിരിക്കുന്നു. അതുമല്ല, കടക്കാര് വരുമ്പോ ഇവൾ എന്ത് ചെയ്യുന്നുണ്ട്? സ്വന്തം അച്ഛനെ പിടിച്ച് വെട്ടിക്കിടത്തി അതിന്റെ പുറത്തൂടെ പിന്നെ പുതപ്പം എടുത്ത് മൂടിയിട്ട്, അല്ലെ വെള്ള വസ്ത്രം എടുത്ത് മൂടിയിട്ട് അച്ഛൻ സീരിയസ് ആണ്, ഇപ്പൊ ചത്തുപോകും, അതുകൊണ്ട് നിങ്ങളൊന്നും പറയരുത്. കടം അത്രമേലെ കൂടിയിരിക്കുകയും കടക്കാരുടെ ശല്യം ഇവർക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ സ്വന്തം മകളെ, ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലുന്ന രീതിയിലേക്ക് ഇവർ മാറി എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഇവൾ ഇതൊക്കെ ചെയ്തവളാണെങ്കിൽ ഇവള് ഈ കടക്കാരിൽ നിന്ന് മാറാൻ വേണ്ടിയിട്ടായിരിക്കും. ഒന്ന് മനസ്സിലായോ? മരണം ആണോ? കൊച്ചു മരിച്ച കുറെ കാലം ആര് ചൊല്ലോ സ്വന്തം പൊടി കുഞ്ഞു മരിച്ചു എന്നുള്ള രീതിയിൽ കടക്കാരെന്ന് ആരും വന്ന് പെട്ടെന്ന് വന്ന് ഇവളെ വീട്ടിൽ ഇടിച്ചു കയറി പൈസ ചോദിക്കില്ല. അത് ഒന്നാമത്. 2, ഈ കൊച്ചിന്റെ പേരിൽ ഇനി ഈ സഹോദരനുണ്ടല്ലോ, ഈ ഹരികുമാർ എന്ന് പറയുന്ന യവനാണ് ഇതിന്റെ ചരട് വലികൾ മൊത്തം നടത്തിയത്. ഇവളും ഈ സഹോദരനുമായിട്ടാണ് വാങ്ങിച്ചു കൂട്ടിയതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം ഭർത്താവ് ഇവളോട്ട് പിണങ്ങിപ്പോയായിരുന്നു. ഭർത്താവ് വല്ല ചടങ്ങുകൾ എന്തെങ്കിലും വരുമ്പോൾ മാത്രമേ ഭർത്താവ് തിരിച്ചു വരുള്ളൂ. ഈ സഹോദരനും ഈ സഹോദരിയും മാത്രമാണ് ഈ വീട്ടിലുള്ളത്. അപ്പൊ ഇവര് തമ്മിലാണ് ഈ കടവും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചത്. അപ്പൊ അങ്ങനെ തന്നെ ഈ കൊച്ചിന്റെ പേരിൽ എന്തെങ്കിലും ഇൻഷുറൻസ് മുമ്പേ എടുത്തിട്ടുണ്ടോ എന്നതാണ്. അപ്പോൾ ഈ കൊച്ചിനെ ഒരു അപകടപ്പെട്ട് മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇൻഷുറൻസ് തുക നമുക്ക് കിട്ടുമല്ലോ. അത് കൃത്യമായിട്ട് അന്വേഷിക്കാനുള്ള ഒരു കേസാണ്. മനസ്സിലായി? അപ്പൊ എന്തായാലും കുട്ടിയായിട്ട് ഒരു സ്നേഹവും ഇല്ല എന്നുള്ളത് 100% നമുക്കിവിടെ ഉറപ്പായിരിക്കണം. കാരണം വണ്ടി ഇടിച്ച് കുട്ടി മരിച്ചു എന്ന് വരെ പറഞ്ഞ് 2 ലക്ഷം, ഇത് ആരുടെ ഈ 2 ലക്ഷം ഒക്കെ കൊടുക്കാതിരിക്കുന്നത് അതെനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർ വളരെ പാവപ്പെട്ട സ്ത്രീ, ഇവർ ദേവസ്വം ബോർഡിലൊക്കെ ഈ പറഞ്ഞ ജോലി ചെയ്യുന്നു എന്ന് പറയുന്നു. വീട് വാടക വീടെന്നാണ്, വളരെ പഴയ ഒരു വീടുണ്ട്. അവിടെ നിന്നൊക്കെ ഈ കടക്കാരെ പേടിച്ച് ഈ വാടക വീട്ടിലോട്ട് വന്നു എന്നാണ്. ഇവർക്ക് ഒരു കാർ ഉണ്ടായിരുന്നു, കാർ വിറ്റു, അങ്ങനെയൊക്കെ ഒരു ബന്ധുവൊക്കെ പറയുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇവർക്ക് ഈ പറയുന്ന ഇത്രയും പിന്നീട് തുകകൾ, ഈ 60 ലക്ഷം വരെ ഇവർക്ക് എങ്ങനെ കടം വന്നു എന്നുള്ളതാണ്. ഈ കടം വാങ്ങുന്നത് 10, 15 കൊടുക്കുക. ഈ 2 ലക്ഷം 3 ലക്ഷം ഒക്കെ ഏതിന്റെ അടിസ്ഥാനത്തിലാണ് ഇവർക്ക് പൈസ കൊടുക്കുന്നത് എന്നുള്ളത് ഇപ്പോഴും ഒരു കടങ്കഥ പോലെ ഒരു ദുരൂഹത അതിൽ നിൽക്കുന്നുണ്ട്. ഇനി മറ്റൊരു കേസ്, ഈ പറയുന്ന പല ചാനലുകളിലും ഒരു വാർത്ത പറയുന്നുണ്ട്. ആ വാർത്ത ഇവിടെ കൊടുക്കും. ആ വാർത്ത നിങ്ങൾ അതിന്റെ കേട്ടു നോക്കും. അതല്ല കൊലപ്പെടുത്തിയതിനു ശേഷം കിണറ്റിലെറിഞ്ഞോ എന്നുള്ളതാണ് പോലീസിന് ഇനി ആദ്യമായി വ്യക്തമാകേണ്ട കാര്യം. അതല്ലാതെ ചില കാര്യങ്ങൾ കൂടി പോലീസിന് വ്യക്തമാകാനുണ്ട്. അപ്പോഴും പോലീസ് ആ കൊലപാതകത്തിലേക്ക് നയിച്ച രീതി, കാരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഒരു നിഗമനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷെ അത് പോലീസ് നിലവിൽ പുറത്തു പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നമുക്കും ആ നിഗമനങ്ങൾ, നമുക്ക് ചില കാര്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട എന്താണ് എന്നുള്ളത് അറിയാം. പക്ഷെ അത് നമ്മൾ പോലീസ് ഔദ്യോഗികമായി പറയാതെ നമുക്കത് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് പോലീസ് അങ്ങനെ പറഞ്ഞാൽ പോലും നമുക്ക് റിപ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളൊരു പ്രശ്നമാണ് നമ്മൾ അറിയുന്നത്. അതങ്ങനെ ആയിരിക്കരുതേ എന്നെന്തായാലും നമുക്ക് പ്രാർത്ഥിക്കാം. അതല്ലാതെ ചില കാരണങ്ങൾ, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് വളരെ വേഗത്തിൽ പോലീസ് ഒരൊറ്റ പകൽ പൂർണ്ണമായ ഒരു പകലല്ല, ഒരു പകുതി പകൽ കൊണ്ട് ആ കേസ് സംഭവിക്കുന്നു. അതിലെ ദുരൂഹതയുടെ ചുരുളുകൾ അഴിക്കുന്നു. അതിനുശേഷം പോലീസ് പ്രതിയിലേക്ക് എത്തുന്നു, അറസ്റ്റിലേക്ക് കടക്കുന്നു, മെഡിക്കലിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ്. അതങ്ങനെ ആയിരിക്കരുതേ എന്നാണ് ഈ റിപ്പോർട്ടർ പറയുന്നത്. എനിക്ക് അത്രേ പറയുള്ളൂ, അത് അങ്ങനെ ആയിരിക്കും. അതായത് പോലീസിന് ഒരു നിഗമനമുണ്ട്. ഇവരുടെ വാട്സപ്പ് ചാറ്റുമായി ബന്ധപ്പെട്ട് ഒരു നിഗമനം, വാട്സപ്പ് ചാറ്റിൽ തന്നെ എന്തൊക്കെ തെളിഞ്ഞു എന്നുള്ള വാർത്തകൾ വരുന്നുണ്ട്. നമുക്ക് ക്ലിയർ ആയിട്ട് അറിഞ്ഞുകൂടാ.
അപ്പോൾ ഈ സഹോദരി എന്തിനാണ് റൂമിലേക്ക് വിളിച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് വരും. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് അതങ്ങനെ ആയിരിക്കരുത് എന്നുള്ള. അപ്പൊ ഇങ്ങനെ ഒരു ദുരൂഹമായിട്ടുള്ള ഒരു 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 വാർത്ത അവിടെ ഇങ്ങനെ പരക്കുന്നു. പരിസരവാസികൾ മൊത്തം അവർക്ക് ഇങ്ങനെ ഒരു സംശയങ്ങളുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവർ പറയുന്നത് എന്താണ്, ഇത് പോലീസുകാർ പറഞ്ഞാൽ പോലും നമുക്കത് വാർത്തയായിട്ട് പറയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് വരും എന്നുള്ളത്. ഇവിടെ എനിക്കും അതേ പറയുള്ളൂ, അതങ്ങനെ ആയിരിക്കരുത്. ഈ പറയുന്ന സംഭവങ്ങളൊന്നും സത്യമാവാതിരിക്കും. ഇതൊക്കെ ഓരോ ചിന്തകൾ മാത്രമാണ്, നിഗമനങ്ങൾ മാത്രമാണ് എന്ന് ആയി തീരട്ടെ എന്ന് മാത്രമേ എനിക്കും പറയാനുള്ളൂ. അപ്പൊ ഇതാണ് ഈ തള്ളേരെടുത്ത് ഈ പറയുന്ന ഈ എരുമേരെടുത്ത് എനിക്ക് പറയാനുള്ളത്, നിനക്കൊക്കെ പോറ്റാൻ വയ്യെങ്കിൽ പെറാൻ പോകരുത്. മനസ്സിലായി? നീ പോറ്റാൻ വയ്യെങ്കിൽ പെറാൻ പോകരുത്. പാവം പിഞ്ചു കുഞ്ഞാണ്, 2.5 വയസ്സേ ഉള്ളൂ. അതിനെ കൊണ്ട് കേണ്ടിലിട്ട തുരുവ് പിന്നീട് നിഷ്ഠൂരമായി കൊന്നു. എവിടെയൊക്കെ തള്ളയെന്ന് എങ്ങനെ വിളിക്കും? അവനാണെങ്കിൽ മാനസിക രോഗമായിട്ട് അഭിനയിക്കുകയാണെന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോഴും. കാരണം ഞാൻ കൊന്നിട്ടുണ്ട്, നിനക്ക് വേണമെങ്കിൽ തെളിയിക്കട എന്നുള്ള രീതിയിലാണ് 2 അടിച്ച് ഇടുത്തിട്ടോറേ പോലീസുകാരന്മാരെ. അത് കൊടുക്കും. അത് ഇന്നത്തെ ദിവസം പോയി കഴിഞ്ഞാൽ നാളെ തൊട്ട് അവൻ ആളുടെ ഇടി കൂമ്പിൽ കിട്ടുമ്പോ ഇവൻ ഇത് തത്ത പറയും പോലെ പറയും. മനസ്സിലായി? ഇനി ഈ കിടന്ന സഹോദരിയുടെ കേസും സഹോദരന്റെ കേസും എല്ലാം പുറത്തു വരും. അപ്പൊ നമുക്ക് അടുത്ത വാർത്തയായിട്ട് വരാം. അറിഞ്ഞതൊക്കെ അപ്പൊ പറയാം. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.